നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് അർജൻറ്റീന സാംബിയയുമായിട്ട് കളിക്കുകയാണ്. നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 4:45 നമ്മൾ അതിൻ്റെ കറക്റ്റ് സമയം പറയുമ്പോൾ. ഏതായാലും കളിക്ക് മുന്നോടിയായിട്ട് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കോച്ച് ലയണൽ സ്കലോനി പറഞ്ഞിരുന്നല്ലോ, വേൾഡ് കപ്പിനുള്ള സ്ക്വാഡിനെ കുറിച്ച് ഏതാണ്ട് എനിക്കൊരു ധാരണയുണ്ട്. 55 പേരുടെ പ്രിലിമിനറി ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുമുണ്ട്. ഇനി പെർഫോമൻസ് അനുസരിച്ച് മോശമാകുന്നവരെ കട്ട് ചെയ്യുമെന്ന്. കഴിഞ്ഞ കളിയിൽ നമ്മൾ മോശം പ്രകടനം നടത്തി എന്നുള്ളത് താരങ്ങൾ തിരിച്ചറിഞ്ഞ് നന്നായി പെർഫോമൻസ് വെച്ചിട്ട് മാത്രമാണ് ഇനി വേൾഡ് കപ്പിനുള്ള സ്ക്വാഡ് ഉറപ്പിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ESPN അർജൻറ്റീന ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് കോച്ച് കൃത്യമായിട്ട് ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു. പ്രകടനം മാത്രം വിലയിരുത്തിയിട്ടാണ് വേൾഡ് കപ്പിന് ടീമിനെ കൊണ്ടുപോവുക. ഫെഡറിക്കോ പ്യൂനോ റിപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യം, വെള്ളിയാഴ്ച കോച്ച് താരങ്ങളോട് സംസാരിച്ചു. അതായത് അണ്ടർ 20 ടീമിനെതിരെയുള്ള ഫ്രണ്ട്ലി മത്സരത്തിന് മുമ്പ് കോച്ച് താരങ്ങളോട് സംസാരിച്ചു. അവരോട് പറഞ്ഞത്, ഓൾ റൈറ്റ് ഗൈസ്, ഹണിമൂൺ ഈസ് ഓവർ, മധുവിധു കാലഘട്ടം അവസാനിച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെ രസകരമായി അടിപ്പടി പോകുന്ന കാലം കഴിഞ്ഞു എന്ന്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, നമ്മൾ വേൾഡ് ചാമ്പ്യന്മാരാണ്, നല്ലത്, ഇറ്റ്സ് ഗ്രേറ്റ് ദാറ്റ് വി ആർ വേൾഡ് ചാമ്പ്യൻസ്. പക്ഷേ അടുത്ത വേൾഡ് കപ്പിന് നമ്മൾ പോകുമ്പോൾ ഫോമിൻ്റെ പീക്കിലാവണം. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കഴിഞ്ഞ വേൾഡ് കപ്പ് നമ്മൾ അടിച്ചു, ശരി, ഇനി അതും പറഞ്ഞിരിക്കണ്ട, അടുത്ത വേൾഡ് കപ്പിന് ഒരുങ്ങിക്കോ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം കൃത്യമായിട്ട് ആ സൂചനയും കൊടുക്കുന്നു, പെർഫോമൻസ് നോക്കിയിട്ടാണ് വേൾഡ് കപ്പിന് പോവുക എന്ന്. വളരെ ക്ലിയറായിട്ട് അദ്ദേഹം താരങ്ങൾക്ക് മെസ്സേജ് കൊടുത്തു. നോ ബഡി സ്പോട്ട് ഈസ് സേഫ്. ഈ ടീമിൽ ഒരാളുടെ സ്ഥാനവും സേഫ് അല്ല. മെസ്സി എക്സെപ്ഷനാണ്. മെസ്സി അല്ലാത്ത ഒരാളുടെ സ്ഥാനവും സേഫ് അല്ല. ചില താരങ്ങൾ സ്ക്വാഡിൽ നിന്ന് പുറത്താവാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ ESPN അർജൻറ്റീന അത് കൂടുതൽ വ്യക്തമാക്കുന്നു. വൺ ഓഫ് ദി പ്ലെയേഴ്സ് ഈസ് റോഡ്രിഗോ ഡി പോൾ, ഹൂസ് ലെവൽ ഈസ് നോട്ട് കൺവിൻസിങ്. ഡി ബോളിൻ്റെ പെർഫോമൻസ് ഇപ്പോൾ വളരെ താഴേക്ക് പോയിട്ടുണ്ട്, ശരിയാണ്. പഴയ ഡി ബോളിൻ്റെ മികവൊന്നുമില്ല. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ ESPN അർജൻറ്റീന ചൂണ്ടിക്കാണിക്കുന്നത്. ഇങ്ങനെ സ്കലോനി ഉദ്ദേശിക്കുന്നത്, അതായത് മോശമായ പുറത്താക്കുമെന്ന് ഉദ്ദേശിക്കുന്ന താരങ്ങളിൽ ഒരാൾ റോഡ്രിഗോ ഡി ബോളാണ് എന്ന്. എന്തായാലും ഡി ബോളിനൊക്കെ കൃത്യമായ മെസ്സേജ് ലഭിച്ചിട്ടുണ്ടാവും. അദ്ദേഹം തൻ്റെ പെർഫോമൻസ് മികച്ചതാക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. കാരണം മെസ്സി ഉണ്ടാവും, പിന്നെ ഡി ബോൾ ഇല്ലാതെ എങ്ങനെ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.